ഫോട്ടോക്കെ എടുക്കാം. അസ്സലാമു അലൈക്കും. ആലംബഹീനർക്ക് താഴെയും അപലഹൃദയങ്ങൾക്ക് സാന്ത്വന സ്പർശവും നൽകി ജീവകാരുടെ പ്രവർത്തന മേഖലകളിൽ അനുകരണീയ മാതൃക സ്വന്തമാക്കി ഓരോ നാടുകളുടെയും വസന്തമായി മാറിയ നമ്മുടെ ഫിറോസ്ക ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. ഫിറോസ് നമ്മുടെ ഫിറോസ്കയും അഹമ്മദ് കബാക്കി ഉസ്താദും നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. ഫിറോസ് കുന്നംപറമ്പിൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഫിറോസ് വാട്സാപ്പ് സുഹൃത്തുക്കളും നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന 27 വീടുകളിൽ രണ്ടാമത് നൽകുന്ന 4 വീടുകളുടെ താക്കോൽദാന കർമ്മം അല്പസമയത്തിനകം ആരംഭിക്കുകയാണ്. മുഴുവൻ ആളുകളും ഈ വേദിയിലേക്ക് കടന്നിരിക്കണമെന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഗതികാല സൗഭാഗ്യങ്ങളുടെ ഉണർത്തുപാട്ടി നീരടികളുമായി രാജകീയ പ്രൗഢിയുടെ രഥചക്രം ഉരുണ്ടു നീങ്ങിയ മഞ്ചേരി ആലുക്കലിൽ ഫിറോസ് കുന്നംപറമ്പിൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഫിറോസ് കുന്നംപറമ്പിൽ സുഹൃത്തുക്കൾ വാട്സപ്പ് കൂട്ടായ്മയും സുമനസ്സുകളും ചേർന്ന് നിർമ്മിച്ചു നൽകുന്ന 27 വീടുകളിലെ രണ്ടാമത് നൽകുന്ന 4 വീടുകളുടെ താക്കോൽദാന കർമ്മത്തിന്റെ പ്രൗഢമായ ചടങ്ങ് അല്പസമയത്തിനകം ആരംഭിക്കുകയാണ്. ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളും ഈ വേദിയിലേക്ക് കടന്നിരിക്കണമെന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. മുഴുവൻ ആളുകളും അതാത് ഇരിപ്പിടത്തിൽ ഇരുന്നുകൊണ്ട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ചടങ്ങ് ആരംഭിക്കുകയാണ്. മുഴുവൻ ആളുകളും അതാത് ഇരിപ്പിടങ്ങളിൽ ഇരുന്ന് സഹകരിക്കണമെന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ സ്റ്റേജിന്റെ മുന്നിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും അതാത് സീറ്റിൽ ഇരുന്നുകൊണ്ട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സൗഹൃദ ബന്ധങ്ങളുടെ ആഴപ്പരത്തുള്ള വൈവിധ്യം സ്നേഹമുത്തുമണികളോടെ അഖിലാണ്ടലും നന്മ അടികിലൂടെ വളർന്നു പന്തലിച്ച ഒരു പറ്റം സൗഹൃദ ബന്ധങ്ങളിലൂടെ വളർന്നു പന്തലിച്ച ഫിറോസ് കുന്നംപറമ്പിൽ സുഹൃത്തുക്കൾ വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന നമ്മുടെ ഈ സ്റ്റേജിന്റെ മുന്നിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും ഒന്ന് പിന്നോട്ട് മാറി നിൽക്കണമെന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് മുഴുവൻ ആളുകളും നല്ലവരായ മുഴുവൻ സുഹൃത്തുക്കളും
അല്പം പിന്നോട്ട് നിന്ന് സഹകരിക്കണമെന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ചടങ്ങുകൾ ആരംഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മുഴുവൻ ആളുകളും അല്പം പിന്നോട്ട് നിന്ന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ചടങ്ങ് ആരംഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ സ്റ്റേജിന്റെ മുന്നിൽ കൂടി നിൽക്കുന്ന മുഴുവൻ സുഹൃത്തുക്കളും അല്പം പിന്നോട്ട് മാറി നിന്ന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സെൽഫി ഒക്കെ എടുത്തു. മുഴുവൻ ആളുകളും ഈ മുന്നിൽ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, നിൽക്കാനാണ് ഉദ്ദേശമെങ്കിൽ പുറകിലേക്ക് പോയി നിൽക്കാം. ലൈവ് വീഡിയോ ഇടുന്ന ആളുകൾ ഒരു ഭാഗത്തേക്ക് മാറിയേക്കാം. സെൽഫി വീഡിയോസ് ഒക്കെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് തിരിച്ചറിഞ്ഞുമ്പോൾ സെൽഫി എടുക്കാം. കാരണം ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ നിൽക്കുമ്പോൾ ഇരിക്കുന്ന ആളുകൾക്ക് അത് മറിയും. വേഗം നമുക്ക് നമ്മുടെ പരിപാടികൾ നടത്തിയിട്ട് അടുത്ത സ്വീകരണം വേണ്ടി പോകാനോ. നമ്മുടെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. നമ്മുടെ 27 വീടുകൾക്ക് സ്ഥലം തന്ന നമ്മുടെ മുഹമ്മദ് കയെ ആദരപൂർവ്വം സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ വീട് പണിക്ക് രാവും പകലുമില്ലാതെ ഓടി നടന്ന നമ്മുടെ കുഞ്ഞാപ്പു ആലുക്കൽ അദ്ദേഹത്തെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ അഡ്മിൻ ഹാളിലെ ഉപദേശക സമിതി അംഗം ഷാവുൽ ഹമീദ്, അഡ്മിൻ ഹാളിലെ ഉപദേശക സമിതി അംഗം അതുപോലെ സാബുക്ക കൊച്ചി, ഇവരെ ആദരവും സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അഡ്മിൻ റിയാസ് മൂവാറ്റുപുഴ, ജാബിർ രാമനാട്ടുകര, ഷുക്കൂർ മഞ്ചൂരി, മുത്തു പുഴക്കാട്ടെ, ആഷിഖ് കൂട്ടിലങ്ങാടി, അക്നാസ് പെരിങ്ങാടൻ, ഷാജഹാൻ ബാബ ജിത്ത ബക്കാല കൂട്ടായ്മ വൈസ് പ്രസിഡന്റ്, അതുപോലെ അബു ആലുക്കൽ, അനീഷ് കുമാളി, അലവിക്ക, അതുപോലെ സലീം ഫുജിസ്റ്റാർ, ജംഷീർ വടക്കേരി, ഇവരെ സ്നേഹത്തോടെ നമ്മുടെ വേദിയിലേക്ക് സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ പ്രവാസ ലോകത്ത് നിന്നും ഫിറോസ് അലി പാലക്കോട്, അഷ്റഫ് കൂവത്ത്, അഷ്കർ അലി നിലമ്പൂർ, ജമാൽ കണ്ണിയൻ ബക്കാല കൂട്ടായ്മ, ഇവരുടെ അഭാവത്തിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മുടെ സ്റ്റേജിൽ നടക്കുന്നത് ഫിറോസ് ഖാ വാട്സപ്പ് കൂട്ടായ്മയുടെ ലോഗോ പ്രകാശനമാണ് ആദ്യമായി നമ്മുടെ സ്റ്റേജിൽ നടക്കുന്നത്. ഫിറോസിന്റെ വാട്സപ്പ് സുഹൃത്തുക്കൾ കൂട്ടായ്മയുടെ ലോഗോ പ്രകാശനമാണ് നമ്മുടെ സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് കാണാൻ അസൗകര്യമാണ്. അതുകൊണ്ട് മുന്നിൽ കൂടി നിൽക്കുന്ന ആളുകൾ പിന്നിൽ നിൽക്കുന്നവർക്ക് കാണാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ എത്തിക്കുകയാണ്. ഒന്നൊന്ന് പൂമനെ ആൾക്കാർ കാണാൻ എല്ലാവരും ക്യാമറയിലൊക്കെ ഒരു മിനിറ്റ് ഒന്നുകൂടെ അടിക്കണ്ടേ.
ഫിറോസ് ഖാന്റെ വാട്സപ്പ് കൂട്ടായ്മന്റെ ലോഗോ പ്രകാശനം. റെഡി ഒന്നും കൂടെ റെഡി ക്യാമറ നോക്കി ജംഷിക ഇവിടെ റെഡി ഒന്നുകൂടെ ഹലോ ആരെയും വിളിച്ച വലിഞ്ഞു കയറാൻ ഹലോ എത്തില്ല എവിടെ എത്തില്ല ഓക്കെ ഓക്കെ കാണാം കഴിഞ്ഞിട്ട് കാണാം ഞാൻ മുന്നില എല്ലാവരും ഒന്ന് ഫ്രണ്ടേജ് ഒന്ന് മാറ്റി കൊടുക്കാനും നമ്മളൊക്കെ ഇന്നൊരുപാട് സന്തോഷത്തിലാണ്. ഫിറോസിന്റെ സുഹൃത്തുക്കൾ വാട്സപ്പ് കൂട്ടായ്മ അതുപോലെ തന്നെ മറ്റ് സുമനസ്സുകളും ചേർന്ന് മഞ്ചേരി ആലുക്കലിൽ നിർമ്മിച്ചു നൽകുന്ന 27 വീടുകളാണ്. അതിൽ 24 വീടുകള് ഈ ഒരു പ്ലോട്ടിലും ബാക്കി 3 വീട് ഇതിന്റെ പുറകെ പള്ളിയുടെ മുകളിലായിട്ട് നമുക്ക് തന്നിട്ടുള്ള ഒരു 10 സെന്റ് സ്ഥലത്തുമാണ് അല്ലേ കുഞ്ഞാപ്പൂ? അവിടെയാണ് നമ്മൾ നിർമ്മിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് നമ്മൾ ഓരോ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ കണ്ടെത്തിയത്. ഒരുപാട് ആളുകള് അതിന് സിമന്റ് ആയിട്ടും അതുപോലെ തന്നെ ടൈൽസ് ആയിട്ടൊക്കെ നമ്മുടെ അലവിക്കയാണ് RTC അലവിക്കയാണ് അതിന്റെ ടൈൽസ് നമുക്ക് മുഴുവൻ വീടുകൾക്കും സ്പോൺസർ ചെയ്തത്. അതുപോലെ തന്നെ മലപ്പുറം ഓൾ കേരള ടൈൽസ് ആൻഡ് മാർബിൾ വർക്കേഴ്സ് അസോസിയേഷന്റെ ആളുകളാണ് സൗജന്യമായിട്ട് ടൈൽസ് വിരിക്കുന്നതിന്റെ പണിയൊക്കെ ചെയ്തത്. അതുപോലെ തന്നെ മലപ്പുറത്തെ പെയിന്റിങ്ങിന്റെ അസോസിയേഷനാണ് വേങ്ങര അല്ലെ, വേങ്ങരയിലെ പെയിന്റിങ്ങിന്റെ അസോസിയേഷന്റെ ആളുകളാണ് ആ വീടിന്റെ പെയിന്റിംഗ് ഒക്കെ ചെയ്തത്. ഞാനൊന്നും എഴുതിയെടുത്തിട്ടില്ല, അതുകൊണ്ടാണ് അല്ലെങ്കിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നതിന് ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത്. അങ്ങനെ വലിയ ഒരു വിഭാഗം അവരെ കൊണ്ട് കഴിയുന്നത് അവന്റെ ആരോഗ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണെങ്കിൽ ആ രീതിക്കൊക്കെ സഹായിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പണിയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. 4 ലക്ഷം രൂപയാണ് നമ്മളൊരു വീടിന് വേണ്ടി കണക്കാക്കിയത്. 4 ലക്ഷം രൂപയ്ക്ക് ഒരു വീടാവില്ല, ഇതുപോലൊരു വീട് 4 ലക്ഷം രൂപയ്ക്ക് ആവില്ല എന്ന് എല്ലാവർക്കും അറിയാം. 6-7 ലക്ഷം രൂപ ചെലവ് വരും. പക്ഷേ ഇത്തരം ആളുകളൊക്കെ കൂടി ചേർന്നപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ആക്കിയെടുക്കാൻ സാധിച്ചത്. ചോറ് കിട്ടുക. എന്താണെങ്കിലും ഇതിന് ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്ന് നയിച്ചത് ഫിറോസിന്റെ സുഹൃത്തുക്കൾ വാട്സപ്പ് കൂട്ടായ്മയാണ്. 7-8 വീടുകൾ മാത്രമാണ് നമുക്ക് മുഴുവനായിട്ട് സ്പോൺസർ കിട്ടിയത്. ബാക്കി എല്ലാ വീടുകളും വാട്സപ്പ് കൂട്ടായ്മയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകള് എല്ലാ മാസവും സാലറി കിട്ടുമ്പോൾ അതിനകത്തുനിന്ന് 500ഉം 1000ഉം വെച്ചിട്ടൊക്കെ ഗ്രൂപ്പിനകത്തേക്ക് തന്ന് അങ്ങനെ കുരുവി കൂട് കൂട്ടുന്നത് പോലെ നമ്മളിങ്ങനെ കണ്ടിട്ടില്ല, ഓരോ ചുള്ളിക്കമ്പ് പെറുക്കിയെടുത്ത് അതിങ്ങനെ ഒരു കൂടാക്കി മാറ്റുന്നത് പോലെ ഇവിടെ കൂടിയിരിക്കുന്ന ഈ നിൽക്കുന്ന ഓരോരുത്തരുടെയും കഷ്ടപ്പാടിന്റെ അധ്വാനത്തിന്റെ ഒരു വിലയാണ് ഈ 27 വീടുകൾ. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ മുഖാന്തരം ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് തണലേകാൻ സാധിച്ചിട്ടുണ്ട്. ഈ വീട് എന്ന പദ്ധതിക്ക് നമ്മൾ തുടക്കം കുറിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ മുന്നിലേക്ക് ഓടിയെത്തിയ ഒരുപാട് കുടുംബങ്ങളുണ്ട്. അതിനകത്ത് ഇന്നും സന്തോഷമായി ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. ഒരു സഹോദരി 4-5 കുട്ടികളാണ്, ഒക്കെ ഒരു വയസ്സ് പൊക്കത്തിലുള്ള ചെറിയ കുഞ്ഞുങ്ങളുമായിട്ട് എന്നെ വിളിച്ചത് ഇത് അവസാനത്തെ ആശ്രയമാണ് നിങ്ങൾ. കാരണം ഭർത്താവിന്റെ പീഡനം സഹിക്കാൻ കഴിയാതെ ഞാനും മക്കളും ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുകയാണ്.
ഞങ്ങൾക്കിനി ജീവിക്കാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം കള്ളും കഞ്ചാവൊക്കെ അടിച്ചു വരുമ്പോ കുടുംബം നോക്കലേ ഇല്ല. അദ്ദേഹത്തിന് കള്ളും കഞ്ചാവൊക്കെ അടിച്ച് അതിങ്ങനെ സിരകളിൽ ഇങ്ങനെ കയറുമ്പോ അദ്ദേഹത്തിന് തോന്നും ആരെങ്കിലൊക്കെ ഒന്ന് തല്ലണമെന്ന്. അങ്ങനെ തോന്നുമ്പോ നേരെ ഭാര്യ എവിടെയാണോ താമസിക്കുന്നത് അവിടേക്ക് തേടി പിടിച്ചു പോയിട്ട് ആ ഭാര്യയെ തല്ലുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. ആ അടിയും ഇടിയും കുത്തൊക്കെ ഏറ്റുവാങ്ങിയിട്ട് ഈ ജീവിതം ഈ മക്കളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നൊരു ഘട്ടം വന്നപ്പോഴാണ് എന്നെ വിളിച്ചത്. അന്ന് ഞാനും കുഞ്ഞാപ്പും കൂടി ചേർന്നിട്ട് ആദ്യം ആ അടിയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കണമല്ലോ എന്ന് വെച്ചിട്ട് പാണക്കാട് മനോരമ തങ്ങളുടെ ശാബ്ദങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോയി. തങ്ങളെ എന്താണ് ഇതിനൊരു വഴിയെന്ന് ചോദിച്ചു. തങ്ങളങ്ങനെ MLA വിളിച്ചു പറഞ്ഞ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞ് സ്റ്റേഷനിൽ നിന്ന് അടിയിൽ ഒഴിവാക്കി കൊടുത്തു. ഇനി അവർക്ക് വേണ്ടത് ഒരു സംരക്ഷണമാണ്. കുഞ്ഞാപ്പ് പറഞ്ഞു അത് ഞാൻ നോക്കിക്കൊണ്ട്. അങ്ങനെ ആ കുടുംബത്തെ നമ്മൾ ഈ വീട് എന്നൊരു പദ്ധതിയെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ അവരെ ഏറ്റെടുത്തു എന്നുള്ളതാണ്. അവരുടെ കുട്ടിയുടെ ചികിത്സയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ കുടുംബങ്ങളും ഇത്തരത്തിലുള്ള ഒരവസ്ഥയിലൂടെ കടന്നുപോയ ആളുകളായിരുന്നു. തല ചായ്ക്കാൻ ഒരിടമില്ലാതെ, ഭർത്താക്കന്മാരില്ലാതെ, ഭർത്താക്കന്മാരുണ്ടെങ്കിൽ തന്നെ കിടപ്പ് രോഗികളായ ആളുകൾ, സ്പൈനൽ കോഡിന് കംപ്ലൈന്റ് പറ്റിയ ആളുകൾ, കുഞ്ഞുമക്കളെയും കൊണ്ട് ജീവിക്കണോ മരിക്കണോ എന്ന് ആലോചിക്കുന്ന ആളുകൾ, അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പിടി ജീവിതങ്ങൾ. അത്തരം ആളുകളൊക്കെ ഈ വീടെന്ന പദ്ധതിക്ക് മുൻപ് തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്തിയപ്പോ ആലുക്കൽ കുഞ്ഞാപ്പു എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഒരുപക്ഷെ ഞങ്ങൾ പോലും അറിയാതെ ആ കുടുംബങ്ങളെയൊക്കെ വാടക വീടുകളിലേക്ക് മാറ്റുകയും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പൈസ എടുത്ത് ആ കുടുംബങ്ങൾക്ക് ചെലവിന് കൊടുത്തു നോക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നീട് ഈ സ്ഥലത്തിന്റെ ഓണർ കുഞ്ഞാപ്പൊക്കെ വിളിച്ചിട്ട് പറയാണ്, ഇങ്ങനെ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് സ്ഥലമുണ്ട് ഫിറോസ്, അത് തന്നാല് വീട് വെച്ചു കൊടുക്കാൻ സാധിക്കോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുക. ആദ്യമായിട്ട് നമ്മളൊരു പദ്ധതി, ഒരാളൊരു സ്ഥലം ഇങ്ങനെ വെച്ച് നിൽക്കുക. ഒന്നും ആലോചിച്ചില്ല, ഞങ്ങളങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്. സ്ഥലം നിങ്ങൾ തന്നോളി, നമ്മൾ ആ വീട് പണിയാം. അങ്ങനെ ആ സ്ഥലം തരികയാണ്. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകളെ പോയി കണ്ട്, 27ഓളം ആളുകളെ കണ്ട് 27 ആളുകളും വീടിന് സ്പോൺസർ തന്നു. ഞങ്ങൾ തരാം എന്ന് പറഞ്ഞ് ഏറ്റെടുത്തു. പിന്നീട് പ്രളയവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പല ആളുകളും അതിൽ നിന്ന് പിന്മാറി. ഏറ്റെടുത്ത കുടുംബങ്ങള് വാടക വീട്ടിൽ കഴിയുക. ഈ സ്ഥലം തന്ന കുഞ്ഞാപ്പുക്ക അദ്ദേഹത്തെ കാണുമ്പോൾ ഞാൻ മുങ്ങിയടക്കേണ്ട ഒരു അവസ്ഥ. കാരണം മൂപ്പിന് സ്ഥലവും തന്ന് 6 മാസം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് പിന്നെയും അദ്ദേഹം അവസാനം ഒരു ചോദ്യം ചോദിച്ചു, ഫിറോസ ഇത് പറ്റുകയാണെങ്കിൽ പറ്റുമെന്ന് പറയണേ, അല്ലെങ്കിൽ വേറെ വഴി നോക്കാനാണെന്നാ പറഞ്ഞത്. പിന്നീട് മനസ്സില്ലാ മനസ്സോടെ ഫിറോസിന്റെ സുഹൃത്തുക്കൾ വാട്സപ്പ് കൂട്ടായ്മയിലെ അഡ്മിൻ പാനലിൽ വെറുതെ ഒന്ന് കയറി ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നമുക്കൊന്ന് നോക്കിയാലോ എന്ന്. ഒരു അത്ഭുതമാണ് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് സംഭവിച്ചത്. ആ വാട്സപ്പ് ഗ്രൂപ്പ് ആ വീടുകൾ മൊത്തം അങ്ങോട്ട് ഏറ്റെടുക്കുക, ഇതൊക്കെ ഞങ്ങൾ ഏറ്റു എന്ന് പറഞ്ഞ് ഏറ്റെടുത്തു. ഏകദേശം 1 ദിവസം 2 ദിവസം 3 ദിവസം കൊണ്ടൊക്കെ ഓരോ ഗ്രൂപ്പുകള് അവരവരുടെ സ്പോൺസർ ഇങ്ങനെ പറയണം 500, 1000, 2000 എന്ന് പറഞ്ഞ് 3-4 ദിവസം കൊണ്ടൊക്കെ ഒരു വീടിനുള്ള ഫണ്ടിനുള്ള ആ ഒരു കോട്ട നമ്മൾ തികച്ചു. അതിനുശേഷമാണ് പിന്നെ ഫണ്ട് കളക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വലിയ ഒരു ആത്മവിശ്വാസം നൽകി എന്നുള്ളതാണ്. ആ വീടിന്റെ പ്രവർത്തനത്തിന് മുൻപ് നമ്മൾ ഏകദേശം 22 പെൺകുട്ടികളുടെ സമൂഹ വിവാഹവും നമ്മൾ നടത്തിക്കൊടുത്തു. ഇപ്പൊ നമ്മള് ഈ പുതുവർഷത്തിൽ നമ്മൾ പ്രഖ്യാപിച്ചത് 50 കുട്ടികളുടെ കല്യാണം നമ്മൾ കഴിച്ചു കൊടുക്കുന്നുള്ളതാണ്. അതും ഗ്രൂപ്പിനകത്ത് സംസാരിച്ചപ്പോൾ ഗ്രൂപ്പിലുള്ള ആളുകൾ അതിനും തയ്യാറാണ്. അപ്പൊ എന്താണെങ്കിലും അത്തരം പ്രവർത്തനങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിക്കൊക്കെ നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അതിന് ചുക്കാൻ പിടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല, കാരണം ഫിറോസിന്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന വാട്സപ്പ് കൂട്ടായ്മയിലെ എല്ലാവരും സമന്മാരാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ഒരാള് ഉയരത്തിലോ ഒരാൾ താഴ്ചയിലോ അതല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകമായിട്ട് ആർക്കും ഒരു പദവിയോ ഒരു സ്ഥാനമോ ഒന്നും ഇതിനകത്തില്ല. ഇവിടെ എല്ലാവരും തുല്യമായിട്ടുള്ള അവകാശികളാണ്. ഫണ്ട് തന്നാലും ശരി തന്നില്ലെങ്കിലും ശരി, ഞങ്ങൾക്ക് സ്നേഹത്തോടു കൂടിയുള്ള ഒരു വാക്കോ ഒരു പ്രാർത്ഥനയോ അതല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സപ്പോർട്ടോ തരുന്ന ഏതൊരു മനുഷ്യനും ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് തുല്യ അവകാശികളാണ്. അത്തരത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പ് അതിന്റെ പ്രവർത്തനത്തിന്റെ വലിയ ഒരു മികവാണ് ഈ കാണുന്നതൊക്കെ. എന്താണെങ്കിലും അത് കൂടുതൽ
ഉയരങ്ങളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ കൊടുങ്ങല്ലൂരില് ഒരു 70 സെന്റ് സ്ഥലം നമുക്ക് വീട് വെക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്. അത് ഏകദേശം 1 സെന്റ് സ്ഥലത്തിന് 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില വരുന്ന മെയിൻ റോഡ് സൈഡിലുള്ള സ്ഥലമാണ്. നമ്മുടെ സിറ്റി സെന്ററിന്റെ ഒക്കെ ഓണേഴ്സ് ആണ് അതിന്റെ ആളുകൾ. അവര് പറഞ്ഞത് അതൊരു വിശ്വാസത്തിന്റെ പേരിൽ തന്നതാണ്. ഫിറോസ് അത് ഏറ്റെടുത്താൽ നടക്കും എന്ന് പറഞ്ഞ് 70 സെന്റ് സ്ഥലം തന്നു. ഞാൻ രാജേഷ് രാമനെ ബന്ധപ്പെട്ട് ഞങ്ങൾ ആ സ്ഥലം പോയി കണ്ട് അത് കൃത്യമായി അളന്ന് ഒരു കുടുംബത്തിന് 4 സെന്റ് വീതം അളന്ന് വഴിയും കാര്യങ്ങളൊക്കെ ആക്കി അതിന് സ്കെച്ച് ഇടാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ പ്രവർത്തനം നമ്മൾ ആരംഭിക്കും. ഇതൊക്കെ ഒരു എന്താ പറയാ, ഒരു ആത്മവിശ്വാസമാണ്. നമ്മളിങ്ങനെ ഇറങ്ങി തിരിച്ചാൽ നടക്കും എന്നുള്ളൊരു തോന്നലാണ്. ബാക്കിയൊക്കെ പടച്ചവന്റെ തീരുമാനങ്ങളാണ്. കാരണം ഒന്നുമില്ലാത്ത അല്ലെങ്കിൽ വെറും ഒരു ബിഗ് സീറോയിൽ നിന്ന് ഫിറോസ് കുന്നംപറമ്പിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ചാരിറ്റി മേഖലയിൽ ഇങ്ങനെയൊക്കെ ആവാൻ സാധിക്കുമെങ്കിൽ ഒരുപക്ഷെ അത് അള്ളാഹുവിന്റെ തീരുമാനമാണെങ്കിൽ നമ്മൾ ഏറ്റെടുക്കുന്ന ഈ കാര്യങ്ങളൊക്കെ അവനത് നടത്തിത്തരും എന്നുള്ള ഒരു വിശ്വാസം. അതിന് ഇന്ന് എനിക്ക് വലിയ ശക്തിയായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ എന്റെ കൂടെയുണ്ട്. അതുപോലെ തന്നെ എന്തിനും ശരിക്കും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഫിറോസിന്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന വാട്സപ്പ് കൂട്ടായ്മയിലെ ഓരോ പ്രവർത്തകരുണ്ട്. ഇതിന്റെ അപ്പുറത്തേക്ക് ഈ ലോകത്ത് ഒരു സമ്പാദ്യത്തിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. എന്താണെങ്കിലും കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. വേഗം നമുക്ക് നമ്മുടെ ചടങ്ങുകൾ കഴിച്ച് പിടുത്തം വിട്ട് പോകണം എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ കൊടുക്കുന്ന സ്ഥലം ഒരിക്കലും ആ സ്ഥലം അതിനകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു റൈറ്റ്സ് വെച്ചിട്ടില്ല. അത് കൃത്യമായി ആർക്കാണോ കൊടുക്കുന്നത് ആ സ്ഥലം അവർക്ക് തന്നെയാണ്. സാധാരണ കൊടുക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒന്നിങ്ങനെ കൊളുത്തിയിടും. അത് ഒരു പക്ഷേ ഈ കുടുക്കിയിടുന്നത് പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനമൊക്കെ വെക്കും. ഞങ്ങൾ അങ്ങനെയൊന്നും വെച്ചിട്ടില്ല. കാരണം അത് ഒരാൾക്ക് ഒരു സാധനം നമ്മൾ ദാനം ചെയ്യുമ്പോൾ അത് മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോഴാണ് 100% അതിന് പ്രതിഫലം കിട്ടുള്ളൂ. കാരണം അത് സ്വീകരിക്കുന്ന ആളിന്റെ മനസ്സ്, അവനത് ആധാരം വായിച്ചു നോക്കിയിട്ട് അവന്റെ മനസ്സിൽ അവനിക്ക് തോന്നണം ഇതിൽ എത്രമാത്രം അവരെനിക്ക് ആത്മാർത്ഥതയോടുകൂടി തന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ ആ രീതിക്കാണ് നമ്മളെ സ്ഥലം കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കൊടുത്ത വീടുകളുടെ കാര്യത്തിലാണെങ്കിൽ എല്ലാം 100% അത് അവരുടെ പേരിൽ തന്നെയാണ്. അതിലൊന്നും നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കൃത്യമായി അവരുടെ പേരിലേക്ക് തന്നെ പതിച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മൾ കൊടുത്ത് പോയി എന്നല്ലാതെ ഒരിക്കലും പിന്നീട് അവരെ ഒരു ക്യാമറയുടെ മുന്നിലോ മറ്റൊരു ഭാഗത്തേക്കൊന്നും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. സാധാരണ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു പബ്ലിസിറ്റി എന്നുള്ള നിലയ്ക്കൊക്കെ ഇത്തരം വീടുകളിൽ പോയി അവന്റെ ദയനീയത ഓരോ ആഴ്ചയിലും പകർത്തി ജനങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുത്ത് ഒരു സിമ്പതിയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ചാരിറ്റി എന്നും വ്യത്യസ്തമായി നിൽക്കുന്നത് തന്നെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ പരിസരത്തേക്ക് തിരിഞ്ഞു നോക്കൂല എന്നുള്ളതാണ്. കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി തീർന്നു. നമ്മൾ അവരെ ഒരു ക്യാമറയുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് അവന്റെ ആവശ്യം അത്രയ്ക്കും ദയനീയമായതുകൊണ്ടും അവന്റെ ആവശ്യം ജനങ്ങളെ കാണിക്കാനാണ്. ആവശ്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ അവനെ ക്യാമറയുടെ മുന്നിൽ കൊണ്ടുവന്ന് വീണ്ടും അവന്റെ പ്രശ്നം തീർന്നു, ഇനി നിങ്ങൾ അങ്ങനെ പറയണം ഇങ്ങനെ പറയണം, ആ രീതിക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് പൊതുസമൂഹത്തിൽ കിട്ടുന്ന സ്വീകാര്യതയുടെ ഏറ്റവും അടിസ്ഥാനം. അതുകൊണ്ടാണ് ഇന്നും നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. കൂടുതലായിട്ടൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മളോട് സംസാരിക്കുന്നു. ഉസ്താദ് ചില്ലറക്കാരനൊന്നുമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഫുൾ ടൈം നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. സത്യത്തില് ഞാൻ ഉസ്താദിനെ കാണാൻ പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒളിച്ചോ മറച്ചോ വെച്ചിട്ടുണ്ടെങ്കിൽ അതുവരെ ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മളെ കുറിച്ചും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ കുറിച്ചും വിമർശിക്കുന്ന ആളുകളെ കുറിച്ചും നമ്മൾ കൊടുത്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ അതിന്റെ എല്ലാം A to Z പഠിച്ച് നമുക്ക് ഏതൊക്കെ രീതിയിൽ മാർഗനിർദ്ദേശങ്ങൾ തരാൻ സാധിക്കുമോ അതൊക്കെ പേഴ്സണലായിട്ട് പല സമയങ്ങളിലും വിളിച്ച് ഫിറോസ് ഇങ്ങനെ പ്രവർത്തിക്കണം, ഇങ്ങനെ നീങ്ങണം, ഈ വഴിയിലൂടെ പോകണം, അങ്ങനെ എല്ലാ രീതിക്കും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്താണെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ ഉസ്താദ് തന്നെ നിങ്ങളോട് സംസാരിക്കും. അത് മാത്രമല്ല, ഈ 4 വീടുകളുടെ താക്കോല് ദാനം നിർവഹിക്കുന്നതിന് വേണ്ടി ഉസ്താദിന് കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. എന്താണെങ്കിലും ആ കൈകൾ കൊണ്ട് തന്നെ ഈ താക്കോല് കൊടുക്കാൻ സാധിക്കുന്നത് വാട്സപ്പ് കൂട്ടായ്മയ്ക്കും അഭിമാനം തന്നെയാണ്. ബാക്കി കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും.
നൗഷാദുണ്ടോ കൊച്ചിയിലെ നമ്മുടെ നമ്മുടെ ഈ വേദിയുടെ മുന്നിൽ നിൽക്കുന്ന സ്റ്റേജിന് മുന്നിൽ നിൽക്കുന്ന ആളുകൾ ഒന്ന് ഈ മുന്നിൽ നിൽക്കുന്ന ആളുകളെ നിങ്ങൾ ഇങ്ങനെ നിരന്നു നിന്ന് കഴിഞ്ഞാല് പുറകെ നിൽക്കുന്നവർക്കൊന്നും ഇരിക്കുന്നവർക്ക് കാണൂല. ഞാനതാ പറഞ്ഞേ, നിൽക്കുന്ന ആളുകൾ ഒരു സൈഡിലേക്ക് മാറി. നൗഷാദ് എവിടെ നൗഷാദ് എന്താ മനുഷ്യങ്ങൾ എന്നിട്ട് വരി. ആ പ്രളയത്തിന്റെ സമയത്ത് ഞാൻ വിളിച്ച വിളിയുണ്ടല്ലോ ഞാൻ ഫോണില് ഒന്ന് കിട്ടാൻ വേണ്ടിട്ട്. അടുത്തതായി നമ്മുടെ ഈ വേദിയിൽ ഒരു പ്രൗഢമായ ചടങ്ങിന് സാക്ഷിയാവുകയാണ്. ആഫിയ കോട്ടക്കൽ എന്നൊരു വിദ്യാർത്ഥി സ്വന്തമായി കുറ്റിയിൽ സ്വരൂപിച്ച കുറച്ച് സംഖ്യ നമ്മുടെ ഫിറോസ് ഖായെ ഏൽപ്പിക്കുകയാണ്. സ്നേഹത്തോടെ ആ വിദ്യാർത്ഥിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. സ്വന്തമായി കുറ്റിയിൽ സ്വരൂപിച്ച ആ സംഖ്യ ഫിറോസ് ഖാക്ക് കൈമാറുകയാണ്. അടുത്തത് നമ്മുടെ ഫിറോസ് ഖായുടെ 11ാമത്തെ ഗ്രൂപ്പിൽപ്പെട്ട ഒരാളുടെ മോള് സ്കോളർഷിപ്പ് കിട്ടിയ സംഖ്യ ഫിറോസ് ഖായെ ഏൽപ്പിക്കുകയാണ്. ആ വിദ്യാർത്ഥിയെ സ്നേഹത്തോടെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. സ്വന്തമായി സ്കോളർഷിപ്പ് കിട്ടിയ ആ സംഖ്യ ഫിറോസ് ഖായെ ഏൽപ്പിക്കുകയാണ്. ഒന്ന് ഹോൾഡ് ചെയ്ത് പറഞ്ഞേ. കാണാൻ വേണ്ടിട്ട് കൊറേ നാളായി കാത്തിരിക്കണം. പക്ഷെ അത് ഇന്നാണ് സാധ്യമായത്. എനിക്ക് ഏത് ഇഷ്ടപ്പെട്ട ഗ്രൂപ്പാണ് നമ്മുടെ ഈ സ്റ്റേജിന്റെ മുന്നിൽ കൂടി നിൽക്കുന്ന നല്ലവരായ നമ്മുടെ സുഹൃത്തുക്കളെ ഒന്നൽപ്പം പിന്നിലോട്ട് മാറിത്തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പിന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് കാണാൻ അസൗകര്യമുണ്ട്. അതുകൊണ്ട് ഈ കൂടി നിൽക്കുന്ന ആളുകൾ ഒന്ന് പിന്നിലോട്ട് മാറിത്തരണമെന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. അടുത്തതായി ഫിറോസിന്റെ സുഹൃത്തുക്കൾ വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള റൈസ് പോയിന്റിന്റെ 100ാമത്തെ വിവാഹത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട കണ്ണൂരിലെ സഹോദരിക്ക് 1 പവൻ സ്വർണവും 25,000 രൂപയും അതിലേക്കുള്ള കല്യാണ വസ്ത്രവും കൊടുക്കുന്ന ചടങ്ങാണ്. അത് കൊടുക്കുന്നത് നമ്മുടെ ഫിറോസ് ഖായാണ്. അത് ഏറ്റുവാങ്ങുന്നതിന് അവരെ ക്ഷണിക്കുകയാണ്. സ്നേഹത്തോടെ നമ്മുടെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ മുമ്പിൽ ക്യാമറ പിടിച്ചു നിൽക്കുന്ന ആൾക്കാരോട് നിങ്ങളെ പോലെ തന്നെ ബാക്കിലുള്ള ആളുകളും കാണാൻ വേണ്ടി വന്ന ആളുകളാണ്. ദയവ് ചെയ്ത് നിങ്ങൾ 2 സൈഡിലേക്ക് മാറിക്കൊടുക്കുക. ഓക്കെ, ആ വിവാഹത്തിലേക്കുള്ള വിവാഹ വസ്ത്രം നൽകുന്നത് നമ്മുടെ ഷാവുൽ സാർ കണ്ണൂരാണ്. വിവാഹ വസ്ത്രം നൽകുന്നത് നമ്മുടെ ഷാവുൽ സാർ കണ്ണൂർ.
പ്രൈസ് പോയിന്റ് നൽകുന്ന 100ാമത്തെ വിവാഹത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട കണ്ണൂരിലെ സഹോദരിക്ക് ഒരു പവൻ സ്വർണവും 25,000 രൂപയും. അടുത്തത് നമ്മൾ ഒന്നാം ഘട്ടം നൽകിയ 5 വീടുകളിൽ നിന്നും ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു സഹോദരിയുടെ വിവാഹത്തിന് പ്രൈസ് പോയിന്റ് നൽകുന്ന ഒരു പവൻ സ്വർണം നൽകുന്നു. ഫിറോസ് ഖാൻ അവരെ സ്നേഹത്തോടെ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ആദ്യം കൊടുത്ത 5 വീടുകളിൽ ഒരു വീട്ടിൽ താമസിക്കുന്ന സഹോദരിയുടെ വിവാഹമാണ് വരാനിരിക്കുന്നത്. ആ വിവാഹത്തിലേക്കുള്ള ഒരു പവൻ സ്വർണം പ്രൈസ് പോയിന്റ് നൽകുകയാണ്. അത് നൽകുന്ന ഫിറോസ് ഖാനാണ്. ആ വീട്ടിലെ കുടുംബനാഥനെ ആരെങ്കിലും ഈ വേദിയിലേക്ക് സ്റ്റേജിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, സംസാരിക്കണോ? 5 മിനിറ്റ് സംസാരിക്കണോ? നമുക്ക് ഒരു ചടങ്ങും കൂടിയുണ്ട്. ഒരു ചടങ്ങ് കൂടിയുണ്ട്. ഇവിടെ താമസമാക്കിയ 9 വീടുകളിലേക്കും പ്രൈസ് പോയിന്റ് നൽകുന്ന അരി ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങൾ, വെജിറ്റബിൾ ബാങ്ക് നൽകുന്ന പച്ചക്കറി സാധനങ്ങൾ ഇത് ഇവിടെ വിതരണം ചെയ്യുകയാണ്. സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇതിനെല്ലാം അടുത്തതായി ഉസ്താദ് കബീർ ബാക്കി നമ്മോട് 2 വാക്ക് സംസാരിക്കും. സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ സ്റ്റേജിന്റെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ ഒന്ന് ദയവ് ചെയ്ത് പിന്നോട്ട് മാറി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله كفى وسلام على من اصطفى أما بعد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഏറ്റവും ആദരണീയരും ബഹുമാന്യരുമായ വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറെ തിരക്കു പിടിച്ച, കാലിൽ ചക്രം പിടിപ്പിച്ചതുപോലെ വേഗതയിൽ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു പോകുന്ന ന്യൂയോർക്ക് നഗരത്തിന്റെ നഗരവീതിയുടെ ഒരു സൈഡിൽ ഒരു യാചകൻ പാനപാത്രവുമായി ഭിക്ഷാപാത്രവുമായി കാത്തിരിക്കുകയാണ്. തന്റെ മുമ്പിലൂടെ നടന്നു പോകുന്ന ഓരോ ആളുകൾ വരുമ്പോഴും അവരുടെ മുമ്പിലേക്ക് അദ്ദേഹം ഭിക്ഷാപാത്രം നീട്ടും. ആരെങ്കിലും എറിഞ്ഞു കൊടുക്കുന്ന ചില്ലറ നാണയത്തുട്ടുകളാണ് ആ മനുഷ്യന്റെ പ്രതീക്ഷ. അന്നത്തെ ജീവിതം അതിലാണ്. ഒരല്പനേരം കഴിയുമ്പോൾ അന്ന് ഏറ്റവും പ്രസിദ്ധനായ, ആ കാലഘട്ടത്തിലെ ഏറ്റവും സുപ്രസിദ്ധനായ മഹാനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിനെതിരെ കടന്നു വന്നു. അദ്ദേഹത്തിൽ നിന്ന് കനപ്പെട്ടത് എന്തെങ്കിലും കിട്ടാതിരിക്കില്ല എന്ന പ്രത്യാശയോടെ ആ യാചകൻ തന്റെ ഭിക്ഷാപാത്രം അദ്ദേഹത്തിന് നേരെ നീട്ടി. സുപ്രസിദ്ധനായ മനുഷ്യൻ യാചകൻ എന്തെങ്കിലും കൊടുക്കാനുള്ള ആഗ്രഹത്തോടെ അദ്ദേഹത്തിന്റെ പാക്കറ്റിൽ കീശയിൽ കൈയിട്ട് നോക്കുമ്പോൾ കീശ കാലിയാണ്, ഒന്നുമില്ല. വിഷാദ വിഷണ്ണനായി വലിയ വിഷമത്തോടെ അദ്ദേഹം ആ യാചകനോട് പറഞ്ഞു, സഹോദര, ഇപ്പോൾ എന്റെ കയ്യിൽ നിനക്ക് തരാൻ ഒന്നുമില്ല. ഇനി ഒരിക്കൽ ഞാൻ ഇതുവഴി വരികയും ഒരിക്കൽ കൂടി നാം ഇവിടെ കണ്ടുമുട്ടുകയും ചെയ്താൽ സഹോദര, എന്തെങ്കിലും നിനക്ക് ഞാൻ പ്രതീക്ഷയ്ക്കപ്പുറം തരാതിരിക്കില്ല എന്ന് വിഷാദ വിഷണ്ണനായതിനോടൊപ്പം സുസ്മേരവദനായി അദ്ദേഹം പറഞ്ഞപ്പോൾ ആ യാചകൻ തന്റെ കയ്യിലിരുന്ന ഭിക്ഷാപാത്രം അകലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് അദ്ദേഹം പൊട്ടിച്ചിരിച്ച് ആഹ്ലാദത്തോടെ കൈയടിച്ച് ആ പ്രസിദ്ധനായ മനുഷ്യനെ കോരി പിടിച്ച് അദ്ദേഹത്തിന്റെ കൈ തന്നെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, അത്രേ, എത്ര വർഷങ്ങളായി ഞാൻ ഈ പാതയരികിൽ ഈ ഭിക്ഷാപാത്രവുമായി
എന്റെ ജീവിതത്തിന്റെ നന്മകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. പക്ഷെ ഇന്നേ വരെ നിങ്ങൾ തന്നതുപോലെ ഒരു സംഭാവന, ഇത്രയും വിലപ്പെട്ട ഒന്ന് എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരാൾ നൽകിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ ഒരല്പനേരം മിണ്ടാതിരിക്കണം. ഒരല്പനേരം നിശബ്ദതയാണ് ഏറ്റവും വലിയ ആയുധം. ഗാന്ധിജി ഒരു കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ ഭയങ്കര പ്രസംഗം നടത്തി, ക്വിറ്റ് ഇന്ത്യ. ആരും ശ്രദ്ധിച്ചില്ല. അവസാനം ഗാന്ധിജി പിന്നെ മിണ്ടാതിരിക്കാൻ ശ്രമിച്ചു, മൗനവ്രതം ആരംഭിച്ചു. ലോക സാമ്രാജ്യത്തിനെതിരെ ഒരാൾ മിണ്ടാതിരുന്നപ്പോ അതുവരെ മിണ്ടിയിട്ട് ശ്രദ്ധിക്കാത്തവർ മിണ്ടാതിരുന്ന മനുഷ്യനെ ശ്രദ്ധിച്ചു. ഗാന്ധിജി മൗനവ്രതം ആരംഭിച്ച് ഇനി മിണ്ടുന്നില്ല തീരുമാനിച്ചു. അവസാനം വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ആ മൗനവ്രതം വെടിഞ്ഞ് ആദ്യമായി ഇനി മിണ്ടാൻ തീരുമാനിച്ചു. മിണ്ടാൻ തീരുമാനിച്ചതെന്ന് അലിഗഡ് സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ മുമ്പിലാണ്. അവരാണല്ലോ കാര്യരമ്പിന്റെ കരുത്തും കന്മതിലിന്റെ കരുതലുമുള്ള ഒരു കാലത്തിനൊത്ത സമൂഹത്തെ കലാലയത്തിന്റെ ഉള്ളിൽ സൃഷ്ടിക്കുന്ന കനകമുത്തുകളാണ് കലാലയത്തിന്റെ ഉള്ളിലെ വിദ്യാർത്ഥികൾ. അവരോട് സംവദിക്കാൻ തീരുമാനിച്ചപ്പോ ഒരാൾ മിണ്ടുന്നത് കാണാൻ, മിണ്ടാതിരുന്ന ഒരാൾ മിണ്ടുന്നത് കാണാൻ മുഴുവൻ ക്യാമറകളും പത്രങ്ങളും ഗാന്ധിജിയുടെ നേരെ ഫോക്കസ് ചെയ്യും. അതുകൊണ്ട് മിണ്ടാതിരിക്കുമ്പോഴാണ് ശ്രദ്ധിക്കുക, മിണ്ടുമ്പോഴല്ല ശ്രദ്ധിക്കപ്പെടുക എന്ന് ഫിറോസിനോട് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കൂടുതൽ മിണ്ടുമ്പോഴല്ല, എപ്പോൾ നമ്മൾ മൗനമാകുന്നുവോ ഇവനെ പ്രകോപിപ്പിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്, നമ്മൾ മിണ്ടാതിരിക്കുമ്പോഴാണ് അതിന് വജ്രശക്തി എന്ന് ഫിറോസിനോട് കൂടി ഓർമ്മിപ്പിക്കാൻ. അതുകൊണ്ട് കുറച്ചു നേരം മിണ്ടാതിരിക്കുക. നമ്മൾ എത്ര ആൾ മിണ്ടിയതല്ലേ? മിണ്ടാതിരിക്കുമ്പോഴേ ശ്രദ്ധിക്കും, കൂടുതൽ മിണ്ടുന്നവരെയാണ് ശ്രദ്ധിക്കില്ല. ആ യാചകൻ പറഞ്ഞു, ഇത്രയും നല്ല ഒരു സംഭാവന എനിക്ക് ആരും നൽകിയിട്ടില്ല. അയാൾ പറഞ്ഞു, അത്ര ഒന്നും തരാത്തതുകൊണ്ട് നിങ്ങൾ എന്നെ പരിഹസിക്കുകയാണോ, ഇത്രയും വലിയൊരു സംഭാവന? ആ സമയത്ത് ആ യാചകൻ പറഞ്ഞ ഒരു മറുപടി, ഈ കുന്നിൻ ചെരുവിൽ, ഈ സായാഹ്നത്തിൽ, ഈ ശ്യാമമേഘങ്ങളെ സാക്ഷി നിർത്തി അതിനേക്കാൾ പെൺമയുള്ള ഒരു കർമ്മം നാം ഇവിടെ പൂർത്തീകരിക്കുമ്പോൾ ആ യാചകൻ പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. എത്രയോ നാളായി ഞാൻ ഇവിടെ ഇരിക്കുന്നു, എനിക്ക് ഡോളറുകളും സ്വർണവും തന്നവരുണ്ട്, യൂറോകൾ തന്നവരുണ്ട്, പക്ഷെ ഇന്നേ വരെ ഒരാളും എന്നെ സഹോദര എന്ന് വിളിച്ചിട്ടില്ല. ഇത്രയും നാൾ ആരുമില്ലാതെ വഴിവക്കൽ കിടന്ന അഗതിയും അനാഥയും അശരണനുമായ എനിക്ക് സഹോദര എന്ന് നിങ്ങൾ വിളിച്ചപ്പോ, ഞാൻ വീണുപോയാൽ എന്നെ താങ്ങിപ്പിടിക്കാൻ എനിക്ക് സഹോദരനുണ്ട്, ഞാൻ രോഗിയായാൽ എനിക്ക് മരുന്നെത്തിക്കാൻ ഒരു സഹോദരനുണ്ട്, എപ്പോൾ ഞാൻ നിരാശയിലേക്ക് പോകുന്നു ആ സമയത്ത് പ്രത്യാശ നൽകാൻ എനിക്കൊരു സഹോദരനുണ്ട് എന്നെനിക്കിപ്പോ ബോധ്യം വരുമ്പോ ഇനി എന്റെ ജീവിതത്തിൽ നിരാശയില്ല, ഇനി ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് പറഞ്ഞ ആ മനുഷ്യൻ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു പത്രേ. ലോകപ്രശസ്തനായ ലിയോ ടോൾസ്റ്റോയിയാണ് ആ കഥാപുരുഷൻ. മനുഷ്യന്റെ ഹൃദയം ഇങ്ങനെയാണ്, ഏത് സമയത്തും മനുഷ്യന്റെ ജീവിതം പ്രശ്നങ്ങളുടേതാണ്. ആ പ്രയാസങ്ങളുടെ സമയത്ത് സാന്ത്വനമേകാൻ എനിക്കൊരു സഹോദരനുണ്ട് എന്ന് ഏതൊരു മനുഷ്യന് തോന്നുന്നുവോ, ആത്മഹത്യക്ക് തീരുമാനിച്ചവനും സഹോദര എന്ന ഒരു വിളിയിൽ അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ഇങ്ങനെ കേരളത്തിന്റെ വഴിവക്കുകളിൽ ഭിക്ഷാപാത്രവും നീട്ടിയിരുന്ന, ആത്മഹത്യയല്ലാതെ അവസാനത്തെ വഴിയില്ലാതിരുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് അവരെ സഹോദര എന്ന് വിളിക്കാൻ കഴിഞ്ഞ് നിങ്ങളുടെ പ്രതിസന്ധിയിൽ ഞാനുണ്ട് എന്ന് പറയാൻ ഫിറോസിന് കഴിഞ്ഞു എന്നിടത്താണ് ആത്മഹത്യയിലോട്ട് കടന്നു പോകുന്ന ആയിരക്കണക്കിന് മനസ്സുകൾക്ക് ഞാനുണ്ട് നിങ്ങളുടെ കൂടെ, നിങ്ങൾ എന്റെ സഹോദരനാണ് എന്ന് പറയാൻ ഫിറോസിന് കഴിഞ്ഞു എന്നിടത്താണ് ഫിറോസ് വിളിച്ച ഈ പരിപാടിയിലേക്ക് വരാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. സഹോദരനാവാൻ നമുക്ക് കഴിയണം. ആരുടെയും മുമ്പിൽ ആളാവാനല്ല, ആരവങ്ങൾക്കല്ല, ആഘോഷങ്ങൾക്കല്ല, ഉന്മാദങ്ങൾക്കല്ല. ഈ കേരളക്കരയിലെ കൊച്ചുകുടിലുകളിൽ, ചോർന്നിരിക്കുന്ന ചെറ്റപ്പുരകളിൽ അന്തിയുറങ്ങാൻ കഴിയാതെ വിറകുപള്ളികളെ പോലെ കടത്തുന്നയിൽ വിറങ്ങലിച്ച് കിടന്ന നൂറുകണക്കിന് ആളുകളുണ്ട്. നാമൊക്കെ കോൺക്രീറ്റ് സൗധത്തിൽ നിന്ന് രാജകീയ നൗകയിലേറി പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ പിന്നാമ്പുറങ്ങളിൽ സുഖം തേടി അലയുമ്പോ ശീതീകരിച്ച് വൈകുന്നേരം വന്ന് വിട്ടാന ഭോജനവും കഴിച്ച് ശീതീകരിച്ച റൂമുകളിൽ ഡൺലപ്പിന്റെ മെത്തയിൽ കിടന്നുറങ്ങി സുഖശുക്തി ആട് കിടക്കുമ്പോ നാം അറിയേണ്ട ഒന്നുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ഹോട്ടലിന്റെ പുറകിൽ നായകൾ കടിച്ചതിന്റെ അവശിഷ്ടം കഴിച്ചു ജീവിക്കുന്ന നൂറുകണക്കിന് ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ചോർന്നിരിക്കുന്ന ചെറ്റപ്പുരകളിൽ അന്തി ഉറങ്ങാൻ കഴിയാതെ വിറകുപള്ളികളെ പോലെ വിറങ്ങലിച്ച് കടത്തുന്നയിൽ കിടക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവരുടെ ഇടയിലേക്ക് ഒരു സഹോദരനായി കടന്നു ചെല്ലാൻ ഫിറോസിന് കഴിഞ്ഞു എന്നിടത്താണ് നാം ഫിറോസിനെ അംഗീകരിക്കുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഫേസ്ബുക്കിലൂടെ, ഗൂഗിളുകളിലൂടെ ഇതിനെ എതിർക്കുന്ന ഏതെങ്കിലും ഗൂഗിൾ ദൈവങ്ങളുടെ നിഗമനങ്ങൾ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാളെ സഹോദര എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ജീവിതത്തിൽ ഇന്നേ വരെ വിമർശിക്കുന്നവർ, എഴുതുന്നവർ എല്ലാം ചെയ്യാൻ ഒരു മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇന്നേ വരെ
പ്രത്യാശയറ്റുപോയ ഒരു കണ്ണുകളിൽ പ്രതീക്ഷയുടെ ഒരു തിരുനാളം കൊളുത്തി വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കുകൾക്ക് അന്വർത്ഥമുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്, കൂടുതൽ പറയുന്നില്ല. ഫിറോസിന് ഒരാളുടെ സഹോദരനാവാൻ കഴിഞ്ഞു. രണ്ടാമത് ഫിറോസിനെ കൊണ്ട് സാധിച്ച ഒന്നുണ്ട്. ആ സാധിച്ചത് ഫിറോസ് ഒരു വളർന്നു വരുന്ന തലമുറയുടെ ഉള്ളിൽ അവർക്കൊരു നന്മയുടെ കൈത്തിരി കെട്ടിക്കാൻ ഫിറോസിന് കഴിഞ്ഞു എന്നുള്ളതാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2014 എന്നാണ് എന്റെ ഓർമ്മ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 10ാം ക്ലാസ്സിന്റെ മലയാളം പേപ്പറിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഇനി ഇതെടുത്തിട്ട് എന്നെ ട്രോളാൻ നിൽക്കണ്ട. ഫിറോസിന്റെ കൂടെ എപ്പോഴും വരും. കാരണം ഞാനിതൊക്കെ നേരത്തെ അനുഭവിച്ച ആളായതുകൊണ്ട് ഫിറോസിനോട് ഒത്തിരി പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അക്കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യവുമില്ല. ഈ കഴുകനെ എല്ലാവർക്കും പേടിയാണ്. പക്ഷെ കഴുകന്റെ കഴുത്തിന്റെ മുകളിലും പിടുത്തമിടുന്ന ഒരു ചെറിയ പക്ഷിയുണ്ട്. ആ പക്ഷി പറന്നു വന്ന് പരുന്തിന്റെ കഴുത്തിന്റെ മുകളിൽ അതിന്റെ കഴുത്തിൽ ഇങ്ങനെ ചുറ്റിപ്പിടിക്കും. കഴുകനാണെങ്കിലോ ചെറിയ പക്ഷിയായിക്കൊണ്ട് തിരിഞ്ഞു കൊത്താനും കഴിയില്ല, കുടഞ്ഞെറിയാനും കഴിയില്ല. അത് മുകളിലൂടെ പറന്നു പോകുന്ന പരുന്തിനെ കാണുമ്പോൾ താഴെ നിൽക്കുന്ന ഈ കൊച്ചു പക്ഷിക്ക് ഭയങ്കര അസൂയാണ്. എനിക്ക് അത്രയും പറക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അത് പരുന്തിന്റെ മുകളിൽ ഇങ്ങനെ കൈയിട്ട് കെട്ടിപ്പിടിക്കും, അതിന്റെ കഴുത്തിൽ ഇങ്ങനെ അമർത്തും. പരുന്ത് വലുതായതുകൊണ്ട് മുകളിലിരുന്ന് കഴുത്തിൽ പിടുത്തമിടുന്ന ഇതിനെ കുടഞ്ഞെറിയാൻ കഴിയില്ല. അപ്പൊ പരുന്ത് ചെയ്യുന്ന ഒരു ചെറിയ പരിപാടിയുണ്ട്. ഫിറോസ് ഒരു പരുന്താവണം. അത് നേരെ വീണ്ടും മുകളിലേക്ക് ഇങ്ങനെ പൊന്തി പറക്കും. മുകളിലേക്ക് എത്തും തോറും ഈ പക്ഷിക്ക് ശ്വസിക്കാൻ കഴിയില്ല. അവസാനം ശ്വാസം കിട്ടാതെ ആ പക്ഷി പരുന്തിന്റെ മുകളിൽ നിന്ന് കൈയയഞ്ഞ് പിടിവിട്ട് ചത്ത താഴേക്ക് വീഴും. അതുകൊണ്ട് കഴുത്തിൽ പിടിമുറുക്കുന്ന ഈ കൊച്ചു പക്ഷികളെ അവസാനിപ്പിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. മുകളിലേക്ക് പറന്നുകൊണ്ടേയിരിക്കുക. അവസാനം മുകളിലേക്ക് പോകുന്നതോറും ശ്വാസം നിലച്ച് അവസാനം അവർ താഴേക്ക് വീഴും. പരുന്ത് പിന്നെയും കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് കൂടുമാറി അതതിന്റെ പ്രയാണം തുടർന്നുകൊണ്ടേയിരിക്കും. ഞാൻ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ കുട്ടി ഒരു മലയാളം പേപ്പറിലെ ഉത്തരം ഇങ്ങനെയായിരുന്നു. ഹരിത എസ്പനോവ, കാസർഗോഡ് ജില്ലയിലെ ചെറുക്കളം പഞ്ചായത്തിലെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹരിത എസ്പനോവ എന്ന കുട്ടിക്ക് നിങ്ങളൊരു കത്തെഴുതുക. അവൾ ചെയ്ത ഒരു ചെറിയ കാര്യത്തെ അനുമോദിച്ചുകൊണ്ട്. എല്ലാവരും കത്തെഴുതി. അവരെ ഹരിതയിൽ ഇവരെ അറിയാത്ത ആളുകൾ പോലും കത്തെഴുതി. ഹരിത ചെയ്ത സേവനം എന്തെന്നറിയോ? ഹരിത ചെയ്ത സേവനം, അവള് സ്കൂളിലേക്ക് പോകുമ്പോ അച്ഛനും അമ്മയും മിഠായി മേടിക്കാൻ പൈസ കൊടുക്കും. ബർത്ത്ഡേക്ക് അമ്മാമ്മമാര് പൈസ കൊടുക്കും. ആ പൈസ എല്ലാം അവളൊരു ചെറിയ പാത്രത്തിൽ ശേഖരിച്ചു വെച്ചു. ആ വർഷം അവസാനിച്ചപ്പോ മധ്യവേനൽ അവധിക്ക് ആനുവൽ വെക്കേഷൻ സ്കൂൾ അടയ്ക്കുന്ന ദിവസം തന്റെ ചെറിയൊരു പാത്രത്തിൽ ശേഖരിച്ച പൈസ, അമ്മയും അച്ഛനും മിഠായി മേടിക്കാൻ കൊടുത്ത പൈസ നേരെ കൊണ്ടുപോയി സ്കൂളിലെ ടീച്ചറിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഞാൻ എന്റെ അച്ഛനും അമ്മയും മിഠായി മേടിക്കാൻ വേണ്ടി പറഞ്ഞ ആ പൈസയാണ് ഞാൻ ശേഖരിച്ചു വെച്ചത്. അവസാനം 362 രൂപ 75 പൈസ ഉണ്ടായിരുന്നു. എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന, എന്റെ തൊട്ട ക്ലാസ്സിൽ ജീവിക്കുന്ന എന്റെ തൊട്ടടുത്ത കൂട്ടുകാരി സുമയ്യ, അവൾ എൻഡോസൾഫാൻ ദുരന്ത ബാധിതയായി മൂത്രാശയം വെളിയിലേക്ക് വീണ് വീട്ടിൽ രോഗബാധിതയായി കിടക്കുകയാണ്. 1 വർഷമായി എന്റെ കൂട്ടുകാരി സുമയ്യ എന്റെ തൊട്ടടുത്തില്ല. ഹരിതയാണ് പറയുന്നത് ടീച്ചറിനോട്, അതുകൊണ്ട് ഈ പൈസ നമുക്ക് എല്ലാവർക്കും കൂടി വീട്ടിൽ കിടക്കുന്ന രോഗബാധിതയായി കിടക്കുന്ന എന്റെ കൂട്ടുകാരി സുമയ്യക്ക് കൊടുക്കണം. ടീച്ചർമാർ അത്ഭുതപ്പെട്ടു പോയി. അവസാനം ആ സംഭവം ആ സ്കൂളിൽ മുഴുവനും പടർന്നു. മുഴുവൻ കുട്ടികളും അവരുടെ മിഠായി മേടിക്കാനുള്ള പൈസകൾ ശേഖരിച്ചു. പിറ്റേ വർഷം അത് 3000-നപ്പുറം കടന്ന് എൻഡോസൾഫാൻ ദുരന്ത ബാധിതയായി തങ്ങളുടെ കൂട്ടുകാരികൾക്ക് അവർ കൊടുത്തു. വീണ്ടും ഈ മഞ്ചേരിയിലെ ആലിങ്കൽ മലഞ്ചെരുവിന്റെ കുന്നിന്റെ മുകളിൽ ഹരിതമാര് വീണ്ടും പുനർജനിപ്പിക്കുകയാണ്. കോട്ടയ്ക്കൽ നിന്ന് ആസിയ എന്നൊരു കൊച്ചുകുട്ടി, അവൾ 2ാം ക്ലാസ്സിലാണ് പഠിക്കുക. അവൾ തന്റെ ഉമ്മയും വാപ്പയും മിഠായി മേടിക്കാൻ കൊടുത്ത പൈസ ഒരു ചെറിയ കുപ്പിലിട്ട് ഫിറോസിനെ കൊണ്ടുപോയി ഏൽപ്പിക്കുമ്പോ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിഷ്കളങ്ക ബാല്യത്തിന് പോലും ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ഒരു മനുഷ്യൻ അവരുടെ പിഞ്ചു മനസ്സിൽ ഒരു സ്നേഹത്തിന്റെ, ആർദ്രതയുടെ, കൂട്ടിച്ചേർക്കലിന്റെ ഒരു മാതൃകയാവാൻ കഴിഞ്ഞുവെങ്കിൽ അതിനേക്കാൾ വലിയൊരു മനുഷ്യജന്മം പിന്നീട് ലോകത്ത് ഏതാണുള്ളത്. അതുകൊണ്ട് കൂടുതൽ ഞാൻ പറഞ്ഞു പുകഴ്ത്തി കൈയടിപ്പിക്കുന്നില്ല. കാരണം സത്യങ്ങളെ പറയുകയും ആ സത്യത്തെ കൃത്യമായി ഓർക്കുകയും മുമ്പോട്ട് നടക്കാൻ തീരുമാനിക്കുകയും ചെയ്യുക എന്നതാണ് നല്ലത്. അവസാനിപ്പിക്കുന്ന സഹോദരങ്ങളെ, അടുത്ത് കിടക്കുന്നവന്റെ നിലവിളി കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ, മുമ്പിൽ വരുന്നവന്റെ പട്ടിണി കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ, കൈനീട്ടി വരുന്നവന്റെ കണ്ണിലെ ദൈന്യത കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നീ ഏതു മനുഷ്യനായിട്ടാണ് ലോകത്ത് ജീവിക്കുക എന്ന് പ്രവാചകൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്.
നാളെ പരലോകത്ത് ചോദിക്കുമ്പോ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്നോടും നിങ്ങളോടും. ഞാൻ പറയുന്നു, ഈ ചെയ്യുന്നതെല്ലാം പടച്ച തമ്പുരാന്റെ തൃപ്തിക്ക് വേണ്ടിയായാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രതിഫലമുണ്ട്. പരലോകത്ത് പതിതരെ പോലെ ഭയാശങ്കയോടെ പരലോകത്ത് നിൽക്കുമ്പോ ഏകനായ പടച്ച തമ്പുരാൻ നമ്മോടൊരു ചോദ്യം ചോദിക്കും. ഞാൻ നിന്റെ മുമ്പിൽ വിശക്കുന്നവനായി വന്നുവല്ലോ, നീ എന്തുകൊണ്ട് എനിക്ക് ഭക്ഷണം തന്നില്ല? ഞാൻ നിന്റെ മുമ്പിൽ വെള്ളം ചോദിച്ചു വന്നല്ലോ, നീ എന്തുകൊണ്ട് തന്നില്ല? ഞാൻ നിന്റെ മുമ്പിൽ വസ്ത്രം ചോദിച്ചു തന്നല്ലോ, എന്തുകൊണ്ട് നീ എന്നോട് തന്നില്ല? നാം ചോദിക്കും, അല്ലാഹുവേ, അഖില ലോക ബ്രഹ്മാണ്ഡ കടാകത്തിന്റെ ഉടമസ്ഥനെ തമ്പുരാനെ, ഈ നദിയും പർവ്വതങ്ങളും കാടും കാരണവും കുയിലിനെയും കനകത്തെയും സൃഷ്ടിച്ച കരുണാവാരിധിയായ തമ്പുരാനെ, നീ എന്റെ മുമ്പിൽ ഭക്ഷണം ചോദിച്ചു വന്നുവോ? നീ എന്റെ മുമ്പിൽ വെള്ളം ചോദിച്ചു വന്നുവോ? നീ എന്റെ മുമ്പിൽ വസ്ത്രം ചോദിച്ചു വന്നുവോ? അപ്പോൾ അള്ളാഹു പറയും, അതെ, തീർച്ചയായും നിന്റെ മുമ്പിൽ കൈനീട്ടി വന്ന പാവങ്ങൾ അവർ എന്റെ പ്രതിനിധികളാണ്. നിന്റെ മുമ്പിൽ വീട് ചോദിച്ചു വന്നവർ ഞാൻ പറഞ്ഞു വിട്ടവരാണ്. നിന്റെ മുമ്പിൽ ഭക്ഷണം ചോദിച്ചു വന്നവർ എവിടെ നിന്നോ ഫിറോസിനെ കാണാൻ എത്തിയവരല്ല, പടച്ച തമ്പുരാൻ പറഞ്ഞു വിട്ട പ്രതിനിധികളാണ്. അവരെ നീ അട്ടിയോടിച്ചെങ്കിൽ നിന്നെ ഞാൻ അട്ടിയോടിക്കും. അവരോട് നീ കരിവോടെ പെരുമാറിയെങ്കിൽ നിന്നോട് ഞാൻ കരിവോടെ പെരുമാറും. ലോകത്തിന്റെ തമ്പുരാൻ പരലോകത്ത് വെച്ച് പറയുന്ന ഒരു മറുപടിയുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മുഴുവൻ ആളുകളോടും, ഫിറോസ് കുന്നംപറമ്പിലിനോടും, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫിറോസിനോടും ഫിറോസിന്റെ സുഹൃത്തുക്കളോടും പറയാനുള്ളത്, നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ പറയാനുള്ള ഒരു പാരിതോഷികമായി ഈ പ്രവർത്തനങ്ങളെ മാറ്റാൻ നമ്മൾ കഴിഞ്ഞാൽ രണ്ടു വീട്ടിൽ നമ്മൾ വിജയിച്ചു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എല്ലാവരുടെയും കണ്ണുകൾ തുറക്കണം, എല്ലാവരുടെയും കാതുകൾ തുറന്നു വെക്കണം. നമ്മുടെ ചുറ്റുഭാഗത്ത് നൊന്ത് പ്രസവിച്ച മകന്റെ മുമ്പിൽ മോനെ ഒരൽപ്പം വെള്ളം തരൂ എന്ന് ചോദിച്ചിട്ട് മകൻ പോലും വെള്ളം കൊടുക്കാതെ 1 മാസം പൂട്ടിയിട്ട് അച്ഛൻ മരിക്കുകയും അമ്മ മനോരോഗിയാവുകയും ചെയ്ത മലയാള മണ്ണിലാണ് നാം നിലനിൽക്കുന്നത് എന്നോർക്കുമ്പോ, അമ്മ എന്നുള്ള 2 അക്ഷരത്തിന് ഈ ബ്രഹ്മാണ്ഡ സാഹിത്യം ഒക്കെ കുറിപ്പതായി അമ്മ എന്ന 2 അക്ഷരത്തിന് പകരം വെക്കാൻ ഈ അഖില ലോകത്ത് വേറെ സമാനമായൊരു പദമില്ലെന്ന് പാടിയ മഹാകവി വാഴ്ത്തപ്പെടട്ടെ. ആ അമ്മയാണ് ചോദിച്ചത്, മകനെ നീ ഒരൽപ്പം വെള്ളം തരുമോ എന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് മകൻ വെള്ളം കൊടുക്കാത്ത കാലത്താണ് അമ്മമാരല്ലാത്ത അനേകം അമ്മമാർക്ക് ഫിറോസിന്റെ സുഹൃത്തുക്കളും ആരംഭമായത്. സഹോദരിമാരല്ലാത്ത ആയിരക്കണക്കിന് സഹോദരിമാർക്ക് ഇവർ ആരംഭമായത്. അമ്മയെ പോലും മറന്നുപോകുന്ന ഒരു ലോകത്ത് നമ്മുടെ കണ്ണുകൾ തുറക്കട്ടെ, നമ്മുടെ കാതുകൾ തുറക്കട്ടെ. ആത്മസ്വരം കേട്ടിയിടിന കാതു കാരുണ്യമാർന്നിടിന ദൃഷ്ടി സാധുക്കളെ താങ്ങിയിടിന ബാഹു പരോപകാര പ്രവണം പ്രപഞ്ചം. കണ്ണുകൾ തുറക്കണം, കാതുകൾ കേൾക്കണം, നാവുകൾ ചലിക്കണം. അത് നന്മയ്ക്ക് വേണ്ടിയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീടുകളുടെ താക്കോൽ ദാനം നിർവഹിക്കപ്പെടുകയാണ്. ഈ സമയം നമുക്ക് ഇവിടെ ഇങ്ങനെ അവസാനിപ്പിക്കാം. അതുകൊണ്ട് നന്മയുടെ വഴിയിൽ പ്രതിബന്ധങ്ങൾ ധാരാളമാണ്. ഈ ഫിറോസിന്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പോസ്റ്റർ കണ്ടപ്പോ പലരും എന്റെ PM-ൽ ചോദിച്ചു, ഉസ്താദ് എന്തിനാണ് ഫിറോസിന്റെ കൂടെ കൂടുന്നത്, എന്തിനാണ് കൂടെ കൂടുന്നതെന്ന്. ഞാനൊരു മനുഷ്യന്റെ നന്മയെ മാത്രം കാണാൻ ഇഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിന് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ മനുഷ്യനല്ല, മലക്കല്ലല്ലോ, അത് അദ്ദേഹം അള്ളാഹു തമ്മിലാവട്ടെ എന്നാണ്. മലക്കല്ലല്ലോ. ഒരാളുടെ നന്മകളെ മാത്രം കാണാൻ എന്റെ കണ്ണുകളെ ഞാൻ തുറക്കുന്നു. ഒരാൾക്ക് എന്തെങ്കിലും തിന്മയുണ്ടെങ്കിൽ അത് എനിക്കുമുണ്ടാകാം, ഫിറോസിനും ഉണ്ടാവാം, നിങ്ങൾക്കും ഉണ്ടാകാം. അത് അവരും അള്ളാഹു തമ്മിലാവട്ടെ എന്ന് മാത്രം കരുതുകയും നന്മയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. പ്രിയപ്പെട്ട ഫിറോസിനോട് തളരാതിരിക്കുക. ഫിറോസിനൊരു വലിയ അത്ഭുതമുണ്ട് ജീവിതത്തിൽ. ഹൈദരാബാദിലെ തിരക്കേറി, ഞാൻ അവസാനിപ്പിക്കാനായിട്ട്, ഹൈദരാബാദിലെ തിരക്കേറി ഒരു വലിയ മതപ്രഭാഷണ വേദിയല്ലെന്ന് എനിക്കറിയാം. പക്ഷെ പറയേണ്ടത് പറയാതിരിക്കാൻ കഴിയുന്നുണ്ട്. സുകുമാർ അഴീക്കോട് വന്നതിൽ ചില സത്യമുണ്ട്, അതിന്റെ പേര് അപ്രിയ സത്യം എന്നാണ്. സത്യമാണ് കേൾക്കുന്നതെന്ന് ഭയങ്കരമാവില്ല. ഹൈദരാബാദിലെ ചെറിയ നഗരത്തിലൂടെ നട്ടുച്ച നേരത്ത് ഓട്ടോറിക്ഷ ഓടിച്ചു നടന്ന ഒരു പിതാവ്. ആ പിതാവിന് വലിയ ആഗ്രഹമായിരുന്നു തന്റെ മകൻ എവിടെയെങ്കിലും എത്തിക്കാണാൻ. അവസാനം ആ പിതാവിന്റെ മകൻ ഉയരങ്ങളിലേക്ക് പോയി. അവൻ കുറെ നാൾ ഗ്യാലറികളിൽ ഇരുന്നു. പിന്നീട് അവൻ ടീമിലെ അംഗങ്ങൾക്ക് വെള്ളം കൊടുക്കുന്ന വാട്ടർ ബോയിയായി അവൻ ഗ്രൗണ്ടിലൂടെ അലഞ്ഞു നടന്നു. ആളുകൾ പലപ്പോഴും അവനെ എഴുതി തള്ളി. അവസാനം കാത്തിരുന്നൊരു മുഹൂർത്തം എത്തിയപ്പോൾ അങ്ങനെ നടന്ന അവൻ വജ്രായുധം പോലെ നമ്മുടെ നാട്ടിൽ ശ്രദ്ധയാകർഷിച്ചു. അവിടെ നിന്നവൻ ഓസ്ട്രേലിയയിലേക്ക് പറന്നു. അവിടെ പരിമിതികളുടെ ഇടയിൽ അവൻ കളിക്കാലത്തിറങ്ങുമ്പോഴാണ് ഉപ്പ മരിച്ചു എന്ന വാർത്ത അവനെ തേടിയെത്തുന്നത്. തളർന്നില്ല. ഉപ്പ മരിച്ച കഥനഭാരവും നെഞ്ചിൽ കയറി. നെഞ്ചിൽ ഒരു തീതാളവുമായി നിൽക്കുമ്പോ വഴിയിൽ നിന്ന് ഓരത്ത് തന്റെ ഉപ്പയുടെ മരണത്തിൽ വേദനിച്ചു നിന്ന ആ പാവപ്പെട്ട ചെറുപ്പക്കാരനെ ചുറ്റുഭാഗത്തും ഇരുന്നവർ വംശീയമായി അധിക്ഷേപിച്ചു. അവനെ ആക്ഷേപിച്ചു, അവനെ തളർത്താൻ ശ്രമിച്ചു. പക്ഷെ തളർത്താൻ ശ്രമിച്ചവരോട് അവൻ തന്റെ ഉഷിലുള്ള കൈകൾ കൊണ്ട് മറുപടി പറഞ്ഞു. അവസാനം
ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച് അവൻ അവിടെ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വന്ന് അവന്റെ ഉപ്പയുടെ കബറിടത്തിന്റെ ചാരത്ത് നിന്നു. അവന്റെ പേരായിരുന്നു ഇന്ത്യയുടെ പുതിയ ഫാസ്റ്റ് ബൗളർ മുഹമ്മദ് സിറാജ്. മരിച്ചു കിടക്കുന്ന ഉപ്പയുടെ കബറിന്റെ ചാരത്ത് നിന്നിട്ട് അവൻ പറഞ്ഞു, ഉപ്പയുടെ മകൻ എല്ലാ അധിക്ഷേപങ്ങളെയും മറന്നുവെച്ച് എല്ലാ ഒറ്റപ്പെടുത്തുകളെയും അതിജീവിച്ച് ഉപ്പയുടെ മകൻ ലോകത്തിന്റെ മറുകയിൽ ഇന്ത്യയുടെ അഭിമാനമായി തിരിച്ചു വന്നിരിക്കുന്നു എന്ന് കബറിടത്തിന്റെ ചാരെ മുഹമ്മദ് സിറാജ് ഇന്നലെ പ്രാർത്ഥിക്കുന്ന ഒരു ഫോട്ടോയുണ്ട്. ഫിറോസെ, ആലത്തൂരിലെ ആ ചെറിയ കബറടിയുടെ മണ്ണിൽ കിടക്കുന്ന പിതാവിന്റെ ചാരത്ത് ഈ വംശീയ അധിക്ഷേപങ്ങളും ക്രൂരമായ അമ്പുകളും വെച്ച് നിൽക്കുമ്പോ ഉപ്പയുടെ കൺമുമ്പിൽ പറയണം, ഉപ്പ കട്ടപ്പെട്ട് വളർത്തിയ മകൻ ഇതാ തല ഉയർത്തി തന്നെ നിൽക്കുന്നു എന്ന് 1000 വട്ടം പറയുമ്പോ അതിന്റെ പേരാണ് അതിജീവനത്തിന്റെ പേര്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഇൻഷാ അല്ലാഹ് അഗതികളും നിരാശരും നിരാലംബരുമായ നൂറുകണക്കിന് ആളുകൾക്ക് ഒരു വീട് നൽകപ്പെടുകയാണ്. അത് സമ്മാനിച്ചവർ, അതിന് സ്ഥലം നൽകിയവർ, അതിനുവേണ്ടി സഹായിച്ചവർ ഫിറോസിന്റെ സുഹൃത്തുക്കൾ. അള്ളാഹു ഫിറോസിന്റെ സുഹൃത്തുക്കളല്ലേ? ഫിറോസ് പറഞ്ഞ ഇതിൽ ആർക്കും വലിപ്പച്ചെറുപ്പില്ല. പക്ഷേ ഫിറോസിന്റെ സുഹൃത്തുക്കൾ നീ പാട്ട് കുത്തിയിരിക്കുമ്പോ ഒറ്റക്കാര്യം ഞാൻ പറഞ്ഞോട്ടെ, അപ്രിയ സത്യമാണോ എന്ന് എനിക്കറിയില്ല. ഏറ്റവും നല്ല സുഹൃത്താരാണ്, ഏറ്റവും നല്ല സുഹൃത്താരാന്ന് ഞാൻ പറഞ്ഞ ഏറ്റവും നല്ല സുഹൃത്താരാന്നറിയോ? പാതിര 12 മണി സമയം, ഭാര്യക്ക് പ്രസവ വേദന, പോക്കറ്റില് കാശില്ല, ഓട്ടാൻ വണ്ടി പോർച്ചിലും ഇല്ല. പോക്കറ്റില് കാശില്ല, വണ്ടി വിളിക്കാൻ പൈസയില്ല, പോർച്ചില് വണ്ടിയില്ല സ്വന്തമായി. ആ സമയത്ത് ആരെ വിളിക്കാനാണോ നമ്മുടെ മനസ്സിൽ ആദ്യം പേര് വരുന്നത്, അവനാണ് ഏറ്റവും നല്ല സുഹൃത്ത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവിടെ വരെ ഫിറോസിന്റെ കൂടെ നിങ്ങൾ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജംഷീറായിരിക്കും അല്ലെ? അങ്ങനെ ഏതായാലും ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ ലൈവ് കഴിയുമ്പോൾ ഒന്നുകൂടി കല്ലേറ് വീണ്ടും വരും, കൂട്ടത്തിൽ കേൾക്കാൻ ഞാനും ഉണ്ടാവും. പക്ഷേ ഫിറോസ്, ഈ ലൈവ് കഴിയുമ്പോൾ ഇനിയും കല്ലേറുകൾ ധാരാളം വരും. ആ കല്ലുകൾ പെറുക്കിയെടുത്ത് അടുത്ത വീടിന് ഇൻഷാ അല്ലാഹ് നമുക്ക് തറക്കല്ലിടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒന്ന് വൈകിട്ട് പ്ലീസ്, ഒന്ന് വൈകിട്ട്. അങ്ങോട്ട് പോവാ. ഇത് പിടിക്കും, ഒറ്റ മിനിറ്റ് പിടിക്കും. ഒന്ന് മാറിക്കൊടുക്കും. പോയി ഫോണോടില്ല സെൽഫൊക്കെ പിന്നെ പിന്നെ നമ്മുടെ 5 വീടുകളിലേക്ക് വന്ന യൂണിവേഴ്സിറ്റി അവരാണ് സ്പോൺസർ ചെയ്യുന്നത്. അത് ഓരോ വീടിന്റെ എത്തിച്ചിട്ടുണ്ട്.
നമ്മുടെ ഞാൻ ഇയർ ബാലൻസ് പോയിട്ട് തലയിറങ്ങിയിട്ട് എനിക്ക് ഫോട്ടോ കൊടുക്കാനോ ഒന്നും തിരക്ക് ബുദ്ധിമുട്ടിക്കാൻ നിൽക്കരുത്. വേഗം എനിക്കത് കഴിഞ്ഞിട്ട് ഒന്ന് വഴിയൊന്നും ഒരുക്കി കൊടുക്കണം. ഈ പ്രൗഢമായ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന നല്ലവരായ സുഹൃത്തുക്കളും അതുപോലെ ഫിറോസിന്റെ സുഹൃത്തുക്കൾ, അതുപോലെ സഫർമി, ബാക്കിയുള്ള എല്ലാ ഗ്രൂപ്പ് മെമ്പേഴ്സും, നാട്ടുകാർ ഇവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ 1000 നന്ദി അറിയിക്കുകയാണ്. ഇത് ഞാൻ പോകുമ്പോൾ തന്നാൽ മതി, അത് നടക്കുള്ളൂ. ഇപ്പാണ് ഓക്കെ. ആ കുഴപ്പമില്ല, ഞാൻ അപ്പോഴേക്കും അവിടെ എത്തുമല്ലോ. അവരെത്തുമ്പോൾ ഭയങ്കര സ്ലോ പാട്ടാ, ഭയങ്കര സ്ലോ പാട്ടാ. ഒരു പിടുത്തം ഓട്ടോമാറ്റിക് എടുക്കും. നല്ല പിടിച്ച വേണ്ട ആ സൈഡൊന്നും
വേണ്ട അവിടെ കിട്ടാൻ പറ്റും അവിടെ ആളിവിടെ ബ്ലോക്ക് അവിടെ ബ്ലോക്ക് നിയാസ്ക അപ്പൊ കുമാർ ആ ഉണ്ട് 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 ആ ശരി പിന്നെ ഈ റൗണ്ട് ആട്ടോ ഞാൻ അങ്ങോട്ടും പോകണ്ടേ ആരോണ്ടാണ് നീ പോകാൻ നീ പോ എല്ലാവരും സമ്മതത്തോടെ ഇത് കൈമാറുക അറൗണ്ട് മെല്ലെ 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 കൈവിടില്ലേ 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 ഈ ബാക്ക് സൈഡ് ഉണ്ടല്ലോ ഇത് ആ ഒറ്റ സൈഡ് എടുക്കുന്നത് രണ്ട് സൈഡ് എടുക്കുന്ന മാറുന്ന എല്ലാവരും അങ്ങോട്ട് നോക്കിക്കളെ കുറച്ച് വർക്കുള്ളവർക്ക് തിരക്കണ്ട ഈ സൈഡ് വട്ടം മുന്നിൽ പോയി ഈ ലോക്കിനുള്ളിൽ ഈ ലോന്ന് മുന്നിട്ട് ലോക്ക് കുറച്ചാൽ പൊട്ടിയാണ് പോന്നോളി
എന്തൊക്കെ തടിയാതെ അമ്മ തടി അല്ലേ വണ്ടിയിലെ അല്ല തിരിച്ചു പോകുന്നത് ആഷിഖ് പള്ളിക്കൽ. ആഷിഖ് കുറേ എടുപ്പാണ് വീഡിയോ. ആഷിഖ് പള്ളിക്കലുണ്ട് പോകുന്നത്.